നമസ്കാരം. രാഹുലെ എവിടെ മുത്തേന്നി? ആരോഗ്യവകുപ്പ് ആഭാസ വകുപ്പായി മാറിയ കാഴ്ച കണ്ട് സഹിക്കവയ്യാതെ കേരളം തെരുവിലിറങ്ങിയപ്പോൾ ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്റെ ആ പഴയ തീപ്പൊരി ആവേശം ഞങ്ങൾ ഒത്തിരി ആശിച്ചുപോയി. ഇതാണ് അണികൾ ചോദിക്കുന്നത്. ആ പഴയ രാഹുൽ എപ്പോൾ തിരികെ വരും? ഇരുണ്ട കാലത്തെ അടയാളപ്പെടുത്തുവാൻ ഇവിടെ QR കോഡിന്റെയോ വെബ്സൈറ്റിന്റെയോ ആവശ്യമില്ല വിജയൻ സാർ. കാരണം അത്രമേൽ മുറിവേറ്റ മനുഷ്യർ നമ്മുടെ മുന്നിൽ ജീവനോടെയുണ്ട്. ചിലർ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചു, ചിലർ ആശുപത്രി കെട്ടിടം തലയിൽ വീണ് മരിച്ചു. ഭരണത്തിന്റെ തിളക്കം വെബ്സൈറ്റിലല്ല, സാധാരണക്കാരന്റെ ജീവനിലാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുവാൻ രാഹുൽ തന്നെ വരണം. അന്ന് ദൂരമളന്ന് നടന്നവർ ഇന്ന് എവിടെ പോയി? ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ 335 കിലോമീറ്റർ മാത്രം ദൂരത്തിരുന്ന് ഭരണം നിയന്ത്രിച്ച വിജയൻ സാറും 373 കിലോമീറ്റർ അകലെയിരുന്ന് ആരോഗ്യ വകുപ്പ് ഭരിച്ച ശൈലജ ടീച്ചറും അന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ് നടന്നവരാണ്. ഇന്ന് നിങ്ങളുടെ മൂക്കിന് താഴെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ആശുപത്രികൾ തകരുമ്പോഴും എന്തേ നിങ്ങളുടെ ഈ ദൂരവളക്കൽ മെഷീൻ പ്രവർത്തിക്കുന്നില്ലേ? രാഹുലിനെ വേട്ടയാടാൻ നോക്കിയവർക്ക് തെറ്റിപ്പോയി. ഈ വേട്ടയാടലുകൾക്കിടയിലും അവൻ ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. കേരളത്തിലെ സാധാരണക്കാരന്റെ ആരോഗ്യത്തിന് വില കൽപ്പിക്കാത്ത ഈ സർക്കാരിനെതിരെ ശബ്ദിക്കുവാൻ അടിച്ചമർത്തപ്പെട്ടവന്റെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പോരാട്ട വീര്യം ചോർന്നു പോകാത്ത ആ കരുത്ത് തിരികെ വരിക തന്നെ ചെയ്യും. ഇത് വെറും ഒരു മടങ്ങിവരവല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. വീണ ജോർജും സംഘവും ആരോഗ്യ വകുപ്പിനെ തകർക്കുമ്പോൾ നിശബ്ദനായിരിക്കാൻ രാഹുലിനാകില്ല. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയ്ക്കും വീണ ജോർജിനുമെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ശക്തമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലും ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു. ഇരുണ്ട കാലത്തെ അടയാളപ്പെടുത്താൻ QR കോഡും വെബ്സൈറ്റും ഒന്നും വേണ്ട. ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ ജീവനോടെയുണ്ട്. ചിലർ ചികിത്സാ പിഴവ് കൊണ്ടും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണും ഒക്കെ മരിച്ചുപോയി. ഈ 5 വർഷം മുൻപ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീടിനടുത്തു നിന്ന് 335 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വിജയൻ സാർ ആയിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് 373 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ശ്രീമതി KK ശൈലജയായിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കുക, ഇതായിരുന്നു രാഹുൽ ഓർമ്മിപ്പിച്ച ആ പോസ്റ്റ്. സർക്കാരിന്റെ തിളങ്ങുന്ന വെബ്സൈറ്റുകളോ QR കോഡുകളോ ഒന്നുമല്ല, മറിച്ചു ചികിത്സാ പിഴവുകൾ കൊണ്ടും ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നും കഷ്ടപ്പെടുന്ന സാധാരണക്കാരാണ് ഈ ഇരുണ്ട കാലത്തെ യഥാർത്ഥ അടയാളങ്ങൾ എന്ന് രാഹുൽ തുറന്നടിക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പണ്ട് ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ അതേപടി തിരിച്ചടിക്കുകയാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ 335 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും 373 കിലോമീറ്റർ അകലെയുള്ള അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയും അന്ന് രാജിക്കായി മുറവിളി കൂട്ടിയവരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ഇന്ന് സ്വന്തം വകുപ്പിലെ പരാജയങ്ങൾ കാണുന്നില്ലെന്നും ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്നുമാണ് രാഹുൽ ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. രാഹുൽ വെറുമൊരു പേരല്ല, അതൊരു ചോദ്യമാണ്. പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഭരണപക്ഷം വിയർക്കാറുണ്ട്. ആരോഗ്യവകുപ്പിലെ അഴിമതിയെക്കുറിച്ചും പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചും രാഹുൽ അന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും തൊടുത്തുവിട്ട ഓരോ അസ്ത്രവും ഇന്നും കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് തറയ്ക്കുന്നുണ്ട്. പാവപ്പെട്ടവന് മരുന്ന് വാങ്ങാൻ കാശില്ലാത്തപ്പോൾ വിദേശത്ത് പോയി ചികിത്സ തേടുന്ന ഭരണാധികാരികൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളതെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഇന്ന് വീണ ജോർജിന് നാവുയർന്നില്ല. ആ പഴയ പോരാട്ട വീര്യമാണ് അണികൾ ഇന്ന് തെരുവിൽ തിരയുന്നത്. സത്യം പറയുന്നവന്റെ വായടപ്പിക്കാൻ ജയിലറകൾക്ക് കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് രാഹുൽ. രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ട് ഒരു പോരാളിയെ തളർത്താമെന്ന് കരുതിയവർക്ക് തെറ്റി. ഓരോ തവണ നിശബ്ദനാക്കാൻ നോക്കുമ്പോഴും കൂടുതൽ കരുത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം നൽകുന്നത് രാഹുൽ നേരിട്ട ഈ വേട്ടയാടലുകളാണ്. തല്ലും തോക്കും കാട്ടി ഭയപ്പെടുത്തുവാൻ നോക്കുന്ന ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടി നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാൻ രാഹുലിന് മാത്രമേ കഴിയൂ. ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ പാത പിന്തുടരുന്ന പോരാളിയാണ് രാഹുൽ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ഇന്ന് സ്വന്തം പാപഭാരം ചുമക്കുകയാണ്. അന്ന് ദൂരമളന്ന് നടന്നവർക്ക് ഇന്ന് ജനങ്ങളുടെ വേദന കാണാൻ സമയമില്ല. ജനസമ്പർക്കം വഴി ജനങ്ങളുടെ കണ്ണീരൊപ്പിയ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ രാഹുലിന്റെ ഓരോ വാക്കിലുമുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ അത് തന്റെ വീട്ടിലെ ഒരാൾക്ക് സംഭവിച്ചതുപോലെ രാഹുൽ പ്രതികരിക്കുന്നത്. ഈ വൈകാരിക ബന്ധമാണ് രാഹുലിനെ അണികളെ പ്രിയപ്പെട്ട മുത്താക്കുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമാണ് യൂത്ത് കോൺഗ്രസും പ്രതിഷേധം ഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചു. അതേസമയം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ മന്ത്രി വീണ ജോർജും CPM നേതാക്കളും പ്രതിരോധവുമായി രംഗത്ത് വന്നു.
നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. കൃത്യമായ അന്വേഷണത്തിന് തീരുമാനമെടുത്തു. ഏത് ചികിത്സാ പിഴവാണെങ്കിലും അത് ഒരിക്കലും അംഗീകരിക്കില്ല. കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിൽ പ്രതിപക്ഷം ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇതുപോലെ കത്രിക കുടുങ്ങിയിട്ട് ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത്. അതിൽ ഒരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ല. ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് വി.ഡി. സതീശനും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ആരോപണം. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് മറ്റൊന്നുകൂടിയാണ്. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ലോകത്തിന് മാതൃകയാണെന്നും സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാണെന്നുമാണ്. സാധാരണക്കാർക്ക് എല്ലാം ലഭ്യമാണത്രേ. വിജയൻ സാർ, നിങ്ങൾ ഈ പറയുന്ന ഏത് കേരളത്തെ കുറിച്ചാണ്? പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത, ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഈ കേരളത്തെ കുറിച്ചോ? നിങ്ങളുടെ ഈ പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ പണ്ട് ചോദിച്ച ആ ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. ഇരുണ്ട കാലത്തെ അടയാളപ്പെടുത്താൻ വെബ്സൈറ്റും പരസ്യവും ഒന്നും വേണ്ട വിജയൻ സാർ. മുറിവേറ്റ മനുഷ്യർ ഇവിടെ ജീവനോടെയുണ്ട്. ആരോഗ്യ വകുപ്പിന് വെള്ളപൂശുമ്പോൾ പുറത്ത് കേരളത്തിലെ ജനങ്ങൾ നരകിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പിനെതിരെ ശബ്ദിക്കുവാൻ രാഹുൽ വരണമെന്നാണ് അണികളുടെ ആവശ്യം. ആരോഗ്യ വകുപ്പിനെ ആഭാസ വകുപ്പാക്കി മാറ്റിയ വീണ ജോർജിന്റെ പരാജയങ്ങൾ എണ്ണിപ്പറയുവാൻ രാഹുലിന്റെ ആ പോരാട്ട വീര്യം അനിവാര്യമാണ്. 5 വർഷം മുമ്പ് ദൂരെ വളർന്ന് നടന്നവർക്ക് ഇന്ന് ജനങ്ങളുടെ വേദന കാണാൻ കണ്ണില്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുവാൻ രാഹുൽ മാങ്കുട്ടത്തിൽ തെരുവിലുണ്ടാകും. അണികൾ കാത്തിരിക്കുന്ന തിരിച്ചുവരവ് നീതിയുടെയും സത്യത്തിന്റെ പോരാട്ടവുമായി മാറും. ഇതാണ് രാഹുൽ അനുകൂലികളും പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയപ്പോൾ പ്രതിഷേധം കണ്ട് ഭയന്നോടുന്ന ആളല്ല താനെന്നും മാധ്യമങ്ങൾ എന്തുകൊണ്ട് തന്നെ ഫോൺ വിളിച്ച് പ്രതിഷേധക്കാർ അവിടെയുള്ള കാര്യം പറഞ്ഞില്ല എന്നുമാണ് മന്ത്രി വീണ ജോർജ് ചോദിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം നേരിടാൻ ഭയമാണെങ്കിൽ അത് തുറന്നു പറയുന്നതല്ലേ മാന്യത? പോലീസ് സന്നാഹം വേണ്ടെന്ന് വെല്ലുവിളിക്കുന്ന മന്ത്രി എന്തിനാണ് സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിയും തോക്കും കാട്ടി ഭയപ്പെടുത്തുന്നത്? വിജയൻ സാർ, നിങ്ങൾ ദൂരം വളർന്ന് കളി തുടങ്ങിയപ്പോൾ രാഹുൽ അത് കണക്കുകൾ കൊണ്ട് പൊളിച്ചടുക്കി. വീണ ജോർജ് മാധ്യമങ്ങളോട് കയർക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് ഭയന്നോടുമ്പോൾ ആ തെരുവുകളിൽ രാഹുലിന്റെ ശബ്ദം മുഴങ്ങുവാൻ കാത്തിരിക്കുകയാണ് അണികൾ. ഇരുണ്ട കാലത്തെ അടയാളപ്പെടുത്താൻ QR കോഡും വെബ്സൈറ്റും ഒന്നും വേണ്ട രാഹുലി. നിന്റെ ഈ ഒരൊറ്റ തിരിച്ചറിവ് മതി ഈ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്താൻ.